ഒരു പ്രോബ്ലം ഉണ്ടാകുമ്പോഴല്ലേ നമുക്കതിനെ ഫേസ് ചെയ്യാം. അപ്പൊ ഈ കുട്ടികളും നമുക്കൊരു പ്രോബ്ലം ഉണ്ടാക്കിയിട്ടില്ല. ഞാൻ എന്റെ കൂടെയുള്ള എല്ലാവരുമായിട്ട് അങ്ങനെ തന്നെയാണ്. ഞാൻ അവരുടെ ആവശ്യമില്ലാത്ത കാര്യത്തിലൊന്നും ഇടപെടാറില്ല. അതുപോലെ എന്റെ ആവശ്യമില്ലാത്ത കാര്യത്തിലും ഇടപെടാൻ പാടില്ല. ലാലേട്ടൻ്റെ എന്ത് ചോദിച്ചാലേ അവരങ്ങനെ അവരിങ്ങനെ അങ്ങനെ ഭയങ്കര ഇപ്പൊ ലാലേട്ടന്റെ സിനിമകളിലെ എല്ലാ റിലേഷൻ ഭയങ്കര റൊമാൻറ്റിസൈസ് ചെയ്ത് അങ്ങനത്തെ സിനിമകളുണ്ട്. പക്ഷെ പുറത്ത് ലാലേട്ടൻ സംസാരിക്കുമ്പോൾ അവരവരുടെ ജീവിതം അതെന്താ അങ്ങനെയായത്? റൊമാൻസിലെന്നാരാ പറഞ്ഞ റൊമാൻറ്റിസൈസ് റിലേഷൻഷിപ്സിനെ. അല്ല, അത് സിനിമയും ജീവിതമായിട്ട് രണ്ടും രണ്ടല്ലേ. പക്ഷെ എപ്പോഴും ഇങ്ങനെയാണോ? എപ്പോഴും അങ്ങനെ തന്നെയാണ്. വീട്ടിലിങ്ങനെയാ? അല്ല, അവർക്ക് നമുക്കെന്തറിയാം, ഞാനൊരു ഫ്രീ തിങ്കർ എന്നാണ് അല്ലെ. ഞാൻ എന്റെ പോലെ മറ്റുള്ള ഞാൻ എന്നെ റെസ്പെക്ട് ചെയ്യുന്ന പോലെ മറ്റൊരു റെസ്പെക്ട് ചെയ്യുന്ന ആളാണ്. അവർക്ക് അവരുടേതായിട്ടുള്ള, പിന്നെ അവരുമായിട്ട് ഒരു പ്രോബ്ലം ഉണ്ടാകുമ്പോഴല്ലേ നമുക്കതിനെ ഫേസ് ചെയ്യാം. അപ്പൊ ഈ കുട്ടികളും നമുക്കൊരു പ്രോബ്ലം ഉണ്ടാക്കിയിട്ടില്ല. കാര്യം മിക്കവാറും അവര് വീട്ടിലില്ല. അപ്പൊ അവര് കൊച്ചിലെ മുതൽ കോളേജിൽ ഹോസ്റ്റലിൽ പഠിച്ചാണ്. അവർക്ക് അവരുടേതായിട്ടുള്ള വ്യൂ ഉണ്ട്, അവരുടേതായിട്ടുള്ള ഇൻഡിവിജ്വാലിറ്റി ഉണ്ട്. അവരവരെ തന്നെ നന്നായിട്ട് കെയർ ചെയ്യുന്ന ആൾക്കാരാണ്, പ്രൊട്ടക്ട് ചെയ്യുന്ന ആൾക്കാരാണ്. വേറെ ആൾക്കാരുടെ കാര്യത്തിലൊന്നും ഇടപെടുന്നില്ല. ഒരു പ്രോബ്ലം നമുക്ക് ഉണ്ടാകുമ്പോഴാണല്ലോ. അപ്പൊ അങ്ങനെയൊന്നും ഇല്ലെങ്കിൽ പിന്നെ അവരെ നമ്മൾ ഗൈഡ് ചെയ്യേണ്ട കാര്യമില്ല. അവരുടെ ഇഷ്ടത്തിന് നമുക്ക് സഞ്ചരിക്കാൻ പറ്റുന്നു, നമ്മുടെ ഇഷ്ടത്തിന് അവർക്ക് സഞ്ചരിക്കാൻ പറ്റുന്ന ഒരു വളരെ രസകരമായ ഒരു റിലേഷൻഷിപ്പ്. ഞാൻ എന്റെ കൂടെയുള്ള എല്ലാവരുമായിട്ട് അങ്ങനെ തന്നെയാണ്. ഞാൻ അവരുടെ ആവശ്യമില്ലാത്ത കാര്യത്തിലൊന്നും ഇടപെടാറില്ല. അതുപോലെ എന്റെ ആവശ്യമില്ലാത്ത കാര്യത്തിലും ഇടപെടാൻ പാടില്ല. ആരും ഇടപെടരുത്. അല്ല, ഇടപെട്ടാൽ എനിക്ക് കുഴപ്പമൊന്നുമില്ല.